പ്രശ്നമാണ്, ആകെ പ്രശ്നമാണ്. നമ്മുടെ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ പ്രശ്നം എന്തായിരുന്നു അറിയോ? ലൂക്കായുടെ സുവിശേഷത്തിലാണ് ജെറുസലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരെ നമ്മൾ പരിചയപ്പെടുന്നത്. അവരുടെ പ്രശ്നം എന്താണെന്നല്ലേ? ഈശോ മരിച്ച് 3 ദിവസം കഴിഞ്ഞ് ഉദ്ധാനം ചെയ്യുമെന്ന് പറഞ്ഞിട്ടും അവരെ ഈശോയെ കണ്ടില്ല. അവരപ്പോ നിരാശപ്പെട്ട് മടങ്ങിപ്പോവാ. അവരുടെ അടുത്തേക്ക് ഈശോ വരുന്നുണ്ട്. ഈശോ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനെ കുറിച്ചാണ് സംസാരിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്? അവര് ഈശോയോട് പറഞ്ഞു കൊടുക്കുകയാണ്, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറയുന്നതെല്ലാതും, ഈശോ അവരോട് പറഞ്ഞതെല്ലാതും അവർ ഈശോയോട് പറഞ്ഞു കൊടുക്കുക, ഇത് കർത്താവാണെന്നുള്ള കാര്യം അറിയാതെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തമ്പുരാനെ കുറിച്ച്, ദൈവപുത്രനെ കുറിച്ച്, മനുഷ്യപുത്രനെ കുറിച്ച് മരിക്കുമെന്നും പീഡകൾ സഹിക്കുമെന്നും ഉയർപ്പിക്കപ്പെടുമെന്നും പ്രവാചകന്മാർ പറഞ്ഞത് തുടങ്ങി എല്ലാ കാര്യങ്ങളും അവർക്കുണ്ട്. അവർക്കറിയാം. അവർക്ക് എന്തുണ്ട്? ദൈവത്തെയും ദൈവപുത്രനെ കുറിച്ചും അറിവുണ്ട്. ഈശോ അവരോട് പറയാ, വിശ്വാസമില്ലാത്തവരെ, ഹൃദയം മന്ദീഭവിച്ചവരെ, നിങ്ങൾക്കെല്ലാം അറിയാം, പക്ഷെ നിങ്ങൾ വിശ്വസിച്ചില്ല. ഈശോ നമ്മളോട് എന്താ പറയുന്നറിയോ? നമുക്ക് തമ്പുരാനെ കുറിച്ച് അറിയാം, സഭയെ കുറിച്ച് അറിയാം, സഭാ നിയമങ്ങളെ കുറിച്ച് അറിയാം, എന്ത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കണ്ട എന്ന് നമുക്കറിയാം, വിശ്വാസം പഠിപ്പിക്കാൻ അറിയാം. ഈശോ നമ്മളോട് ചോദിക്കുക, അറിവുണ്ട്, എന്നാൽ നീ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നവനെ ദൈവമഹത്വം കാണാൻ സാധിക്കും.